ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന മഷ്റൂം ബിരിയാണിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആരോഗ്യദായകമായ ബി കോംപ്ലക്സ് വിറ്റാമിനുകളാൽ സമ്പന്നമാണ് കൂണ്. കൊഴുപ്പും സോഡിയവും കുറവായതിനാൽ ഹൃദ്രോഗികൾക്കും BP ഉള്ളവർക്കും കൂൺ വിഭവങ്ങൾ ഗുണം ചെയ്യും. മഷ്റൂം വേണ്ട, വെജിറ്റേറിയൻ മതി എന്ന് പറയുന്നവർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ കൂണിനോട് ചേർത്ത് ചില്ലി മഷ്റൂം, മഷ്റൂം സൂപ്പ്, മഷ്റൂം നൂഡിൽസ് എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ ഒരു നോൺ വെജ് ധ്വനി പലർക്കും തോന്നുന്നതാവാം. മാത്രമല്ല, രുചിയിലും മണത്തിലും കൂണിന് ഇറച്ചി വിഭവങ്ങളോട് തെല്ല് സാമ്യവുമുണ്ട്. അതുകൊണ്ടൊക്കെയാവാം കൂണുകൾക്ക് സസ്യാഹാരികളുടെ മെനുവിൽ പലപ്പോഴും ഇടം കിട്ടാത്തത്. ജീവിതശൈലി രോഗങ്ങൾ ഏറിവരുന്ന ഇക്കാലത്ത് കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ കുറഞ്ഞതും നാരുകൾ കൂടിയതുമായ ഭക്ഷണം കഴിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിഷ്കർഷിക്കുന്നത്. ഈ ഗുണങ്ങളെല്ലാം കൂണിനുണ്ട്. ശരീരത്തിന് വേഗത്തിൽ ആഗിരണം ചെയ്യാവുന്ന രൂപത്തിലാണ് കൂണിലെ അന്നജമുള്ളത്, പ്രധാനമായും ഗ്ലൈക്കോജൻ രൂപത്തിൽ. അതുപോലെ കൊഴുപ്പിൻ്റെ തോതും വളരെ കുറവാണ്. അതാകട്ടെ അപൂരിത ഫാറ്റി ആസിഡായിട്ടാണ് താനും. ഇത് ഹൃദയാരോഗ്യത്തിന് അങ്ങേയറ്റം ഗുണകരമാണ്. കൂണിൻ്റെ കാലറി മൂല്യവും കുറവാണ്. 100 ഗ്രാം അരിയിൽ നിന്ന് 350 കിലോ കാലറി ലഭിക്കുമ്പോൾ 100 ഗ്രാം കൂണിൽ നിന്ന് ഏതാണ്ട് 35 കിലോ കാലറി മാത്രമേ ലഭ്യമാകൂ. എടുത്തു പറയേണ്ട സവിശേഷത കൂണിൽ കൊളസ്ട്രോൾ ഇല്ലെന്നതാണ്. ഇറച്ചി വിഭവങ്ങൾ പതിവായി കഴിച്ചാലുണ്ടാകുന്ന ദോഷം അതാണല്ലോ. കൊളസ്ട്രോളിനു പകരം കൂണിലുള്ളത് എർഗോസ്റ്റിറോളാണ്. ഇത് ശരീരത്തിൽ വിറ്റാമിൻ D ആയി രൂപാന്തരപ്പെടുന്നു. സാധാരണ ഒരു ഭക്ഷണത്തിൽ നിന്നും കിട്ടാത്തതാണ് വിറ്റാമിൻ D. ഇതിനായി വെയിൽ കൊള്ളാനാണ് സാധാരണഗതിയിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുക. കൂണിൽ മാംസ്യവും ഉയർന്ന തോതിലുണ്ട്. മുട്ടിൽ നിന്ന് ഏതാണ്ട് 6 ഗ്രാം മാത്രമേ മാംസ്യം ലഭിക്കൂ എന്നോർക്കണം. ആരോഗ്യദായകമായ B കോംപ്ലക്സ് വിറ്റാമിനുകളാൽ സമ്പന്നമാണ് കൂണ്. 100 ഗ്രാം കൂണ് കഴിക്കുമ്പോൾ ഒരു ദിവസം ശരീരത്തിന് വേണ്ട വിറ്റാമിൻ B1 അതായത് തയാമിൻ ലഭ്യമാകുന്നു. കൂണിലെ ധാതുലവണങ്ങളുടെ അളവ് പരിശോധിച്ചാൽ സോഡിയം കുറഞ്ഞും പൊട്ടാസ്യം ഏറിയും കാണാം. ഇത് ഹൃദ്രോഗികൾക്ക് ഗുണകരമാണ്. അസിഡിറ്റി, വായുകോപം തുടങ്ങിയ അവസ്ഥകൾക്ക് ശമനമുണ്ടാകാനും കൂൺ നല്ലതാണ്. കാരണം കൂണിന് ക്ഷാര സ്വഭാവമാണ് ഉള്ളത്. രോഗപ്രതിരോധശേഷി നൽകുന്ന ധാതുലവണങ്ങളായ സിങ്കും സെലിനിയവും കൂണിലുണ്ട്. കാലറി കുറഞ്ഞ ഭക്ഷണമായതുകൊണ്ട് പൊണ്ണത്തടിക്കാർക്കും കൂൺ പ്രയോജനപ്പെടും. കൊഴുപ്പും സോഡിയവും കുറവായതിനാൽ ഹൃദ്രോഗികൾക്കും BP ഉള്ളവർക്കും കൂൺ വിഭവങ്ങൾ ഗുണം ചെയ്യും. നാരുകളിൽ പ്രധാനിയായ ലിഗ്നിൻ ക്യാൻസർ കോശങ്ങളെ ആഗിരണം ചെയ്ത് അവയെ നിർവീര്യമാക്കുന്നുവെന്നും ഗവേഷകർ പറയുന്നു. കൂണിലെ എർഗാത്തിയോണിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആകട്ടെ ക്യാൻസർ തടയുന്നു. ക്യാൻസറിൻ്റെ ചികിത്സയായ കീമോതെറാപ്പിയുടെ ക്ഷീണമകറ്റാൻ കഴിച്ചുവരുന്ന ടോണിക്കുകളിൽ മൈറ്റേക്ക് എന്ന കൂണിൻ്റെ സത്താണ് പ്രധാനമായും ഉള്ളത്. കൂണിൻ്റെ പ്രധാന പ്രശ്നം വേഗം കേടാവുന്നതാണ്. ഇതിന് കാരണം ജലാംശം കൂടിയതാണ്. ഫ്രഷ് കൂണുകൊണ്ട് തോരൻ, ഓംലെറ്റ്, സൂപ്പ്, കട്ട്ലറ്റ്, ബിരിയാണി തുടങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. കൂൺ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് ആദ്യം 2 കപ്പ് ബസ്മതി റൈസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ഗ്രാമിൻ്റെ 2 കപ്പിലാണ് അരി അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇത് 2-3 പ്രാവശ്യം കഴുകിയതിനു ശേഷം 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. ഇനി നമ്മൾക്ക് ബിരിയാണിക്ക് വേണ്ട മസാലകൾ എന്തെല്ലാമെന്ന് നോക്കാം. 2 പട്ട, 4 ഏലക്ക, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ പെരിഞ്ജീരകം, ജാതിപത്രി, 1 ബ്രിഞ്ചി ഇല, 1/2 സ്പൂൺ കൽപ്പാശി, 1/2 സ്പൂൺ മേത്തി ലീഫ് അതായത് ഉലുവച്ചീര ഉണങ്ങിയത്, 1 തുണ്ട് സ്റ്റാർ അനീസ്, 4 ഗ്രാമ്പു, 5 അണ്ടിപ്പരിപ്പ്, 1/2 സ്പൂൺ കുരുമുളക് എന്നിവയാണ്. ഇനി ഇവയെല്ലാം മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഈ മസാല വെച്ച് ബിരിയാണി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറും സ്വാദും ഒന്നുകൂടി മെച്ചപ്പെട്ടതായിരിക്കും. അടുത്തതായി മഷ്റൂം മാരിനേറ്റ് ചെയ്യാം.
ഒരു പാക്കറ്റ് മഷ്റൂം കഴുകി വെള്ളം കളഞ്ഞ് ഒരു ബൗളിൽ എടുക്കുക. വലിയ മഷ്റൂം ആണെങ്കിൽ മുറിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മുഴുവനോടെ ഇടുക. ഇനി ഇതിലേക്ക് 50 ഗ്രാം തൈര്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. മസാല മഷ്റൂമിൽ നല്ലപോലെ പുരട്ടിയതിന് ശേഷം ഇനി ഈ മസാല പിടിക്കാൻ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം ബിരിയാണിക്കുള്ള മസാല പൊടിച്ചു വെച്ചു. രണ്ടാമത് മഷ്റൂം മാരിനേറ്റ് ചെയ്ത് വെച്ചു. അടുത്തതായി നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കുക. കുക്കറിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാകുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം ഇതയം നല്ലെണ്ണയിലും ഇത് ചെയ്യാം. ഇനി നെയ്യിലേക്ക് 1 കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പൂ, 1 വഴനയില അതായത് ബ്രിഞ്ചി ഇല എന്നിവ ചേർക്കുക. മസാല നെയ്യിൽ മൂത്ത് വന്നാൽ 2 സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. സവാള വാടി വരുമ്പോൾ 2 പച്ചമുളക് പൊട്ടിച്ച് ചേർക്കുക. അതിനുശേഷം 1 പിടി പുതിനയില, 1 പിടി മല്ലിയില എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഏകദേശം 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞത് ചേർക്കുക. തക്കാളി നല്ലപോലെ വഴറ്റി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബിരിയാണി മസാല ചേർത്ത് വഴറ്റുക. ഫ്രഷായി പൊടിച്ചത് കൊണ്ട് തന്നെ ബിരിയാണിക്ക് നല്ല മണമായിരിക്കും. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ച് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, കൂടെ മസാല പുരട്ടി വെച്ച കാളാൻ അതായത് കൂണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഷ്റൂം ചേർക്കുക. ഇനി ഇത് 2 മിനിറ്റ് വഴറ്റുക. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഷ്റൂമിൽ നിന്നും വെള്ളമിറങ്ങി ആ വെള്ളത്തിൽ തന്നെ മഷ്റൂം വെന്തുവരും. ഈ ബിരിയാണി നിങ്ങൾക്ക് ജീരകശാല അരിയിലോ സാദാ പൊന്നിയരിയിലോ ഉണ്ടാക്കാം. പൊന്നിയരി ആണെങ്കിൽ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിന് വ്യത്യാസം വരും. കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ചേർക്കണം. ബസ്മതി റൈസിനും കൈമ അല്ലെങ്കിൽ ജീരകശാല അരിക്കും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾക്ക് കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. കുതിർത്ത അരിയിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 2.25 കപ്പ് ചുടുവെള്ളം ഒഴിക്കാം. 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തത്. അതിന് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. പക്ഷേ മഷ്റൂമിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കുറച്ച് 2.25 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. മഷ്റൂമിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് മാരിനേറ്റ് ചെയ്തത്. അരിക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇളക്കി ഉപ്പ് കറക്റ്റാണോ എന്ന് വെള്ളം രുചിച്ച് നോക്കി മനസ്സിലാക്കാം. കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ ഉപ്പ് ചേർക്കുക. നമ്മൾ ചേർത്ത ഉപ്പ് കറക്റ്റാണ്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ മൂടി 1 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കുക്കർ വാങ്ങി വെച്ചതിന് ശേഷം ഇനി നമ്മൾക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. അതിന് ഗ്യാസിൽ ഒരു പഴയ ദോശക്കല്ല് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി ഗ്യാസ് സിമ്മിലാക്കി വാങ്ങി വെച്ച കുക്കർ ദോശക്കല്ലിന് മുകളിൽ 10 മിനിറ്റ് സിമ്മിൽ വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തെടുക്കുക. ബിരിയാണി ദം ചെയ്തെടുക്കുന്നതിന് സമമാണ് ഈ മെത്തേഡ്. ഇനി ഇതേ മെത്തേഡിൽ OTGയിൽ നമ്മൾക്ക് ദം ചെയ്തെടുക്കാം. OTG 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ബിരിയാണി ഒരു പാത്രത്തിലാക്കി 5 മിനിറ്റ് ആവി കയറ്റിയെടുത്താലും മതി. ഇപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് കുക്കറിൻ്റെ ഓരത്തു നിന്നും ബിരിയാണി എടുത്ത് പ്ലേറ്റിലേക്കിട്ട് സെർവ് ചെയ്യാം. അരി ഒന്നിനോടൊന്ന് ഒട്ടാതെ നല്ല പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള എന്നിവ വറുത്ത് ചേർത്ത് അലങ്കരിച്ചാൽ ബിരിയാണിക്ക് സ്വാദേറും. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ആവശ്യമില്ല. സലാഡ്, അച്ചാർ എന്നിവ സൈഡ് ഡിഷായി യൂസ് ചെയ്യാം. ഇനി ഒന്നും സൈഡ് ഡിഷായിട്ടില്ലെങ്കിലും ഇത് കഴിക്കാം. നല്ല രുചിയിൽ വളരെ പെട്ടെന്ന് എല്ലാവർക്കും വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഈ മഷ്റൂം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും
ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നവർക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.